ഓം നമോ നാരായണായ. നാരായണീയം ദശകം 4 9-ാമത്തെ ശ്ലോകം. ത്വൽ സമാധി വിജയേതു യ പുന മക്ഷു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യം അനിലം ഷടാശ്രയൈഃ ഉന്നയത്യജ സുഷുമ്നയാ ശനൈഃ. ഹേ അജ, അല്ലയോ നിത്യസ്വരൂപ, യാതൊരുവനാണോ ത്വൽ സമാധി വിജയെ, അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയെ നേടിക്കഴിയുമ്പോൾ, പുനഃ മക്ഷു ക്രമേണ വാ, ഉടനെ അഥവാ ക്രമത്തിൽ, മോക്ഷരസിക, മോക്ഷം നേടാൻ തൽപരനായിത്തീരുന്നത്, അവൻ യോഗവശ്യം അനിലം, പ്രാണായാമാദികളാൽ കീഴടക്കിയ പ്രാണവായുവിനെ, ഷടാശ്രയൈഃ 6 സ്ഥാനങ്ങളിലൂടെ, സുഷുമ്നാനാഡീദ്വാര, ശനൈഃ ഉന്നയതി, മെല്ലെ മേലോട്ട് ഉയർത്തുന്നു. അല്ലയോ ജനനമില്ലാത്ത ഭഗവാനെ, നിത്യസ്വരൂപ, ആരാണോ അവിടുത്തെ നിർവികൽപ്പ സമാധിയിൽ സ്ഥിരത നേടിക്കഴിഞ്ഞ് ഉടനെ തന്നെയോ അല്ലെങ്കിൽ ക്രമേണയോ മുക്തി നേടാൻ തൽപരരായിത്തീരുന്നത്, അവർ യോഗാഭ്യാസം കൊണ്ട് സ്വാധീനമായ പ്രാണവായുവിനെ മൂലാധാരം, നാഭി, ഹൃദയം, ഉരസ്, താലുമൂലം, ഭ്രൂമധ്യം എന്നീ 6 സ്ഥാനങ്ങളിൽ കൂടി സാവധാനത്തിൽ സുഷുമ്നാനാഡി വഴി മേലോട്ട് ഉയർത്തുന്നു. ത്വൽ സമാധി വിജയേതു യഃ പുനർ മക്ഷു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷടാശ്രയൈഃ ഉന്നയത്യജ സുഷുമ്നയാ ശനൈഃ. 10-ാമത്തെ ശ്ലോകം. ലിംഗദേഹം അപി സന്ധ്യജൻ അധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീതു മൂർധത സാർദ്ധമേവ കരണൈർനിരീയതേ. നിരാഗ്രഹ, ബ്രഹ്മലോകാദി സുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗി, അധോ പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്കുയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം, ലിംഗദേഹം അഭിസന്ധ്യജൻ, ലിംഗശരീരത്തെയും ഉപേക്ഷിക്കുന്നവനായിട്ട്, പരേ ത്വയി ലീയതേ, പരബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ ലയിക്കുന്നു. ഊർധ്വലോകകുതുകീതു, ഭ്രമാദിലോകങ്ങൾ കൊതിക്കുന്നവനാകട്ടെ, മൂർധതഃ, ബ്രഹ്മരന്ധ്രത്തിലൂടെ, കരണൈഹി സാർദ്ധം, സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ, ഏവം നിരീയതേ, നിർഗമിക്കുന്നു. അനന്തരം യാതൊന്നിലും ആഗ്രഹമില്ലാത്തവൻ ഉടൻ തന്നെ മോക്ഷം പ്രാപിക്കാൻ ആഗ്രഹിച്ച്, സൂക്ഷ്മ ശരീരമെന്ന് പറയുന്ന മനസ്സ്, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ എന്നിവയെ അപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പരബ്രഹ്മസ്വരൂപിയായ ഭഗവാനിൽ ലയിക്കുന്നു. അനന്തരം യാതൊന്നിലും ആഗ്രഹമില്ലാത്ത യോഗി ഉടൻ തന്നെ മോക്ഷം പ്രാപിക്കാൻ ആഗ്രഹിച്ച്, സൂക്ഷ്മ ശരീരമെന്ന് പറയുന്ന മനസ്സ്, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ എന്നിവയെ അപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പരബ്രഹ്മസ്വരൂപിയായ ഭഗവാനിൽ ലയിക്കുന്നു. ഇതിനെ സദ്യോന്മുക്തി എന്ന് പറയുന്നു. ബ്രഹ്മലോകം മുതലായ മുകളിലുള്ള ലോകങ്ങളിൽ വസിക്കാൻ താൽപ്പര്യമുള്ളവനാകട്ടെ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ മുതലായ കരണങ്ങളോടുകൂടി തന്നെ സൂക്ഷ്മ ശരീരത്തോടുകൂടി മൂർധാവിലുള്ള ബ്രഹ്മരന്ധ്രത്തിൽ കൂടി പുറത്തേക്ക് നിർഗമിക്കുന്നു. ഇതിനെ ക്രമമുക്തി എന്ന് പറയുന്നു. ലിംഗദേഹമപി സന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീതു മൂർധത സാർദ്ധമേവ കരണൈർനിരീയതേ.